അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും മക്കൾക്ക് സുഖമാണ്. പിന്നെ ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബാലക്ഷേമ സമിതി, കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുക എന്നാണ്. ഇത്രയും കാലം എൻ്റെ മക്കൾ, ഒരാൾക്ക് 11 വയസ്സും ഒരാൾക്ക് 8 വയസ്സും ഒരാൾക്ക് 5.5 വയസ്സുമായി. ഇതുവരെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് ആരെയും കണ്ടില്ലായിരുന്നു. അതവിടെ നിന്നോട്ടെ. ബാലക്ഷേമ സമിതി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കുക എന്നാണ്. അതായത് എന്തെങ്കിലും പീഡനത്തിൽ നിന്നോ ബാക്കി കാര്യത്തിൽ നിന്നോ സംരക്ഷിക്കുക എന്നാണ്. ഇവള് നമ്മുടെ ഷെഫീന ബീവി വലിയവർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യം കുട്ടികളിലാണ് തീർക്കുന്നത്. നമ്മുടെ മക്കൾ നമ്മളെ കൂടെ സുരക്ഷിതമല്ല എങ്കിൽ ഈ കുട്ടികൾ ഇത്രയും കാലം വളരില്ലായിരുന്നു. പേഴ്സണലി അറിയില്ല, ക്യാമറയിൽ വന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ. കുട്ടികൾ പൂർണ്ണമായും സ്കൂള് മദ്രസ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്നൊരു കംപ്ലൈൻറ്റ് പോയിട്ടില്ല. മക്കളുടെ ദേഹത്തൊരടയാളങ്ങൾ കാണുന്നില്ല. നമ്മൾ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മകൾക്ക് പറ്റിയത് എന്താണെന്ന് പറയട്ടെ. മകളെ കള്ളം പറയാൻ പറഞ്ഞ് നിനക്ക് ഇത്രയും പറ്റൂല, നീ ഇങ്ങനെയൊക്കെ പറയണം അങ്ങനെയൊക്കെ പറയണം എന്ന് മോളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണ്. അത് റഹീമിൽ എന്നിലുള്ള വ്യക്തി വൈരാഗ്യം. കാരണം അവൾ ഭർത്താവുമൊത്ത് ജീവിക്കരുത്. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കൾ നമ്മളടുത്ത് എപ്പോഴും സുരക്ഷിതമായിരിക്കും. ഞാൻ ഫസ്റ്റ് വീഡിയോ പിടിക്കുമ്പം എൻ്റെ മക്കൾ എവിടെയാണെന്നറിയാമോ? റഹീമിൻ്റെ മൂത്ത പെങ്ങളടുത്ത്. പേര് വെളിപ്പെടുത്തുന്നില്ല. മൂത്ത പെങ്ങളടുത്തും അളിയൻ്റെ അടുത്തുമാണ് മക്കൾ നിന്നത്. മദിനിയും കാക്കാരുടെ അടുത്തുമാണ് നിന്നത്. ഞാൻ വീട്ടിനകത്ത് കയറിപ്പോയി. ഇന്നും ഉമ്മ ബാപ്പ, എനിക്ക് ആ വീട്ടിലൊരു അധികാരമുണ്ട്. കാരണം എൻ്റെ ഉപ്പാരടുത്ത് പറഞ്ഞതാണ്, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, നിങ്ങളുടെ മകൾ ഇന്ന് മുതൽ എനിക്ക് 3 മകളും 1 മകനും ഉണ്ടെന്നാണ്. അതുകൊണ്ട് എനിക്ക് ആ വീട്ടിൽ എപ്പോഴും കയറിപ്പോകാനുള്ള അധികാരമുണ്ട്. അവരും എൻ്റെ വീട്ടിൽ വന്നു. പാലുകാച്ചിന് വരാൻ പറ്റിയില്ല, പിന്നൊരു സമയത്ത് വന്നു. അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലോട്ട് നമുക്ക് ഇറങ്ങിപ്പോവേണ്ട കാര്യമില്ല. കാരണം റസീന മദിനിയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാ നല്ല, അതായത് അച്ചടക്കവും മര്യാദയുമുള്ള ഒരു കുടുംബമാണ്. ഇവൻ മാത്രമേ ഇങ്ങനെ ആയിപ്പോയുള്ളൂ. ഇവൻ കുടിച്ചാലാണ് പ്രശ്നം. കാരണം ഇവനെ കുടിച്ചോണ്ട് അന്നൊരു അബദ്ധം പറ്റിപ്പോയതാണ്, തൊലാക്ക്. അല്ലെങ്കിൽ ഇന്നും ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ നിന്നേന. നമുക്ക് ഇസ്ലാമിൽ കുറച്ച് നിയമങ്ങളുണ്ട്. അതനുസരിച്ച് എനിക്ക് മടക്കിയെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. മറക്കാൻ പെട്ടെന്നൊന്നും പറ്റില്ലായിരുന്നു. പതുക്കെയാണ് ശ്രമിച്ച് മറന്നു വന്നത്. കാരണം നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്, ഞാൻ എങ്ങനെയെങ്കിലും നരകിച്ച് ജീവിക്കണം. ഞാൻ നരകിച്ച സമയത്തൊക്കെ ഇവരെവിടെ പോയിരുന്നു? റബ്ബർ വിളയിൽ തുണി, അതായത് ഒരു ഉടുക്ക ഷോള് പോലും ഇല്ലാതെ വല്ലവരെയും ഷോള് ഇട്ട് കീറിപ്പറഞ്ഞത് ഇട്ട് ഞാൻ പാലെടുക്കുമ്പോൾ ഇവരൊക്കെ എവിടെ പോയിരുന്നു? അന്ന് ഇവരെ മക്കളൊന്നും പറക്കം മുട്ടിയിട്ടില്ല. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്. എന്ത് യോഗ്യത! എൻ്റെ ചൈൽഡ് ലൈൻ, നമ്മളിപ്പം മസ്റൂറ ആ ഒരു കാര്യമാണല്ലോ വന്നത്. ചൈൽഡ് ലൈൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ഉമ്മാക്ക് അവളെ, അതായത് ഇവിടെ ഷാൻ്റെ കൂടെ നിർത്തുന്നത് ഇഷ്ടമല്ല. ഞാൻ ഒന്നാമത് ഷാൻ്റെ കൂടെ ജീവിക്കുന്നത് എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇതാണ് സത്യാവസ്ഥ. അപ്പം മകളെ കള്ളം പറഞ്ഞാൽ പഠിക്കും. പക്ഷേ 2 മുഷ്താഖ് മോനും ഇഫ്സൽ മോനും എന്നിൽ നിന്ന് പോകണമെങ്കിൽ എന്നെ അറുത്ത് മുറിച്ചാലേ പോകുള്ളൂ. കാരണം അവരെ ഉമ്മ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മുഷ്താഖ് 2 വർഷം ബേക്കാണെന്ന് നിങ്ങൾക്കറിയാം. ബിഹേവിയർ പ്രശ്നമുള്ളതാണ്. നമ്മുടെ ബിഹേവിയർ സെക്ഷനിലാണ്. ജനിതക വൈകല്യമാണ്. മസ്റൂർ മോൾക്കും ചെറിയ രീതിയിലുണ്ടായിരുന്നു. അവളെ ചെറുപ്പത്തിലുള്ള കെയറിങ്, സ്കൂളിൽ നിന്നുള്ള കുറച്ച് കെയറിങ്ങും കാര്യങ്ങളുമാണ് അവളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഷെഫീന, ചൈൽഡ് ലൈൻകാർ നിൻ്റെ ചാനൽ നോക്കും. നിൻ്റെ അടുത്ത് ചോദിക്കും അവരുമായിട്ട് എന്ത് ബന്ധം, അല്ലെങ്കിൽ തെളിവ് കാര്യങ്ങൾ ബാക്കി നീ പറ. നമ്മൾ കൊച്ചുങ്ങളെ കാറി ഇരുത്തിയെന്നോ വേറെ എന്തെന്നോ നീ പറ. അതായത് പാറശാലയിലാണ് 10 വയസ്സ് വരെയുള്ള മക്കളെ, 10ാം ക്ലാസ് വരെയുള്ള മക്കളെ നിർത്തുന്നത്. നമ്മൾ അവരെ ചിലവെല്ലാം നോക്കണം. ഗവൺമെൻറ്റുകാരങ്ങ് ഏറ്റെടുത്തോണ്ട് പോവേയല്ല. ഷെഫീന, നീ ഒരു കാര്യം ചെയ്യും. നമ്മുടെ എറണാകുളം ആലുവയിലെ ബസ് സ്റ്റാൻഡിൻ്റെ അടിയിൽ കുറേ കുട്ടികൾ, അതായത് അച്ഛനും അമ്മയും അങ്ങനെയൊന്നും ഇല്ലാതെ ഈ പാലത്തിൻ്റെ അടിയിൽ കുറേ മക്കളുണ്ട്. ഒരേ തരം കുഞ്ഞു 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 മക്കൾ. നീ അങ്ങോട്ടൊന്ന് പോയിട്ട് ആ കുട്ടികളെ സംരക്ഷണം നീ ഒന്ന് ഏറ്റെടുക്കാൻ പറഞ്ഞാണ്. എന്നാൽ പോലും ആ മാതാവ് തരില്ല. ചിലപ്പോൾ പിതാവ് അതിന് കാണൂല. കാരണം രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ, കാരണം അവർ ബംഗാളി അങ്ങനത്തെ ആൾക്കാരാണ്. നീ അവിടെ ചെന്നൊന്ന് നോക്കിയാണ്. നീ പറയും പോലെ ചാടിക്കുതിച്ചിറങ്ങി വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്.
നീ ഇന്നലെ റഹീമിനെ കൊണ്ട് വീഡിയോയിൽ സംസാരിപ്പിച്ചേക്കണം. നിനക്കെന്ത് അധികാരമാണ് റഹീമിനെ എന്നൊക്കെ? നീ എൻ്റെ വാപ്പ കൂട്ടരാ, അത് ഉമ്മ കൂട്ടരാ, അല്ലെങ്കിൽ നീയാണോ നിക്കാഹ് നടത്തി തന്നത്? നിനക്ക് നാലാലിന്ന് പേര് വിളിക്കാനും യാതൊരു യോഗ്യതയില്ല. പിന്നെ നിനക്ക് വരുമാനം ഉണ്ടായിട്ടല്ലേ നീ ഇത് ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്? നമ്മളെ വിറ്റ് തന്നെ വീഡിയോ ചെയ്തിട്ട് നമുക്ക് വേണ്ടി തന്നെ പണിയും ചെയ്യും. ചൈൽഡ് ലൈനെ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാലേ അതനുസരിച്ച് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ തെളിവ് വേണം. എൻ്റെ മക്കളെ, തള്ളേരെ പോസിറ്റീവ് കൊണ്ടാണ് എൻ്റെ മോൻ ഇവിടം വരെ എത്തിയത്. അതുപോലെ തന്നെ മിസ്സൽ മോൻ. മസ്റൂറാരുടെ അടുത്ത് കള്ളം പറഞ്ഞ മസ്റൂറ പറയും, പക്ഷെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് കള്ളം പറയാൻ അറിയില്ല. ഒന്നിന് 5.5 വയസ്സും ഒന്നിന് 8 വയസ്സും. 8 വയസ്സോളം ഉള്ളോൻ 6 വയസ്സിൻ്റെ ബുദ്ധി. എന്തുകൊണ്ട്? അവരപ്പുറത്ത് പോലും പലയിടത്തും അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവൻ്റെ ഉപ്പ, എൻ്റെ വാപ്പ എന്ന് പോവാത്ത എന്താണ്? അവരെ ഉമ്മച്ചിയും വാപ്പച്ചിയും അവരെ കളഞ്ഞിട്ട് പോകുമോ? മസ്റൂറ കളഞ്ഞു പോയി, മസ്റൂറ ഉമ്മച്ചിയും വാപ്പച്ചിയും കളഞ്ഞിട്ട് പോയി. പക്ഷെ നമ്മൾ പോവില്ല. അമ്മക്ക് 2 കെട്ടിപ്പിടിച്ചാണ് അവർ മുത്തം തരണത്. ഇക്ക സ്കൂളിൽ കൊണ്ട് പോകുമ്പോഴും വാപ്പച്ചിയുടെ പള്ളയിൽ ചൊതുങ്ങി ബൈക്കിലിരിക്കണ കാണണം. രാത്രി വാപ്പാരെ പള്ളക്കീഴി കിടന്ന് ഉറങ്ങണ കാണണം. നിങ്ങളെ ഇതൊന്നും ഒപ്പി അങ്ങെടുത്ത് ഇതാക്കാൻ പറ്റില്ല. എൻ്റെ മക്കൾക്ക് പഠിക്കാനും കിടക്കാനും എല്ലാത്തിനുമുള്ളൊരു സൗകര്യമുണ്ട്. ചിലപ്പോൾ എൻ്റെ ഉമ്മ നിങ്ങളെ കൂടെ കൂട്ടി നിൽക്കും. എന്തിനെന്നറിയാമോ? ഈ വീട് എൻ്റെ 3 മക്കൾ പോയാൽ ഈ വീട് എന്നിൽ നിന്ന് സ്റ്റേ പറഞ്ഞെടുക്കും. പക്ഷേ എനിക്കൊന്നും വേണ്ടട്ടാ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വീട് വെച്ചപ്പോഴും ഞാൻ ഈ വീട്ടിൽ ബാക്കി പണി എൻ്റെ പൈസയ്ക്ക് ചിലവാക്കി ചെയ്തതാണ്. എന്തൊക്കെയാണ്? പുറത്ത് കുളിമുറി, ബാക്കി കാര്യങ്ങൾ, വീട് പിന്നെ പൂശി, സെപ്പറേറ്റ് അടുക്കള ഇറക്കി, ബാക്കിയൊക്കെ എൻ്റെ ഇതിൽ നിന്നാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും എന്നെ ബന്ധം തീർന്ന് നിന്ന് ഞാൻ നഷ്ടപരിഹാരം മേടിക്കാതെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ബോൾഡായിട്ട് ഇറങ്ങി സമൂഹത്തിൽ ജോലി ചെയ്ത് എൻ്റെ മക്കളെ നോക്കി. ഇപ്പം ചൈൽഡുകാർ എൻ്റെ മക്കളെ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. റഹീം ഇന്നലെ പറയുന്ന വോയിസ് കേട്ട്, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ പാടെഴുതി പോകും. അപ്പം രായമ്മയും ഷെഫീനായുമാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. അല്ല, എന്നിലേ നിങ്ങൾ ഒരുപാട് വിറ്റ് തന്ന് രായമ്മയ്ക്ക് പിന്നെ എന്നെ വിറ്റാലേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഞാൻ ചെയ്യുന്ന വീഡിയോസിനൊക്കെ എന്താണ്, അവൾക്ക് ഞാൻ എന്നെക്കുറിച്ച് ചെയ്താലേ അവൾക്ക് റീച്ച് കിട്ടും. എൻ്റെ വീഡിയോ കണ്ടാലേ അവൾക്കൊരു കണ്ടൻറ്റ് കിട്ടും. അങ്ങനെ വേണം ചുരുക്കി പറയാൻ. നജിലായും ഷാനും എന്തായാലും മരിച്ചുപോയ ഒരാളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂലല്ലോ, ഷംസൂനെ. പിന്നെ വേറെ എന്താണ്, മിഫ്സലും മുത്തുമോന് 3000 രൂപ സനോഫർ കോടതിയിൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുട്ടിയിൽ യാതൊരു അവകാശമില്ല, കുട്ടിയെ വേണ്ട, തരില്ല, ചിലവ് വേണ്ട. അവൻ വലുതാകുമ്പോൾ അവൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോകണമെങ്കിൽ മനസ്സറിഞ്ഞ് പൊക്കോട്ടെ. അതുവരെ അള്ളാഹു തന്ന ആയുസ്സിൽ മക്കളെ വളർത്തി സന്തോഷമായി ഇനി വരുന്ന കുട്ടികളെ വളർത്തി നന്നായിട്ട് ജീവിക്കും. ഭർത്താവില്ലാതെ എത്രയോ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അർഹതപ്പെട്ട ആരെങ്കിലും എത്രയോ ജനങ്ങൾ എത്രയോ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നെജിയെ ഒരു നേരത്തെ ഭക്ഷണം നിവർത്തിയില്ല, ബാഗില്ല, ബാക്കില്ല. എടി ചെപ്പീന, നീ ഇത്രയും മറ്റുള്ളവരെ വിറ്റ് തിന്നുന്നല്ല, ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും നീ കൊടുക്കുന്നുണ്ടാടി? നിനക്ക് ലിഫ്റ്റ് ക്യൂ അടിക്കുന്ന പൈസ മതിയല്ലടി. ചൈൽഡ് ലൈൻ അവിടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കണം, ക്യാമറ സ്വിച്ച് ഓഫ് ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും കാര്യം പുറത്ത് ചൈൽഡുകാരുടെ ഭാഗത്ത് നിന്ന് അവിടെ സംസാരിച്ച കാര്യം പുറത്ത് വിട്ടാൽ, അല്ലെങ്കിൽ അവിടെ നിന്നൊരു കാര്യം പുറത്ത് നമ്മൾ വീഡിയോ ക്ലിപ്പ് പിടിച്ച് പുറത്ത് വിട്ടാൽ അത് കേസാണ്. ക്ഷേമസമിതിയാണ്, കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുക. അതുപോലെ വനിതാ ഹെൽപ്പ് ലൈനുണ്ട്, സ്ത്രീകളുടെ ക്ഷേമം. അതുപോലെ വേറെ കാര്യങ്ങൾ, വാർദ്ധക്യമുള്ളവരെ ക്ഷേമമുണ്ട്. ഞാൻ എൻ്റെ മക്കളെ കളഞ്ഞില്ലല്ലോ. എൻ്റെ മോക്ക് നല്ല അടിസ്ഥാനം കൊടുത്തു, നല്ല വസ്ത്രം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു. ഇന്നതാ എൻ്റെ തള്ള കൊണ്ട് ഓടുന്നു. ഓടട്ടെ, പള്ളിയുടെ അപ്പുറത്തെ വണ്ടി വരും. സുരക്ഷിതമായി എൻ്റെ അടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്ന് ഭക്ഷണങ്ങളും കൊടുത്ത് അവരെ ആരോഗ്യസ്ഥിതിയും നോക്കി അവൾ നീറ്റായിട്ട് ഡ്രസ്സിങ്ങിൽ പോയി വരുന്ന ഒരു മകളാ ഇത്രയും പറഞ്ഞ് എന്നിൽ നിന്ന് പിരിപ്പിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാലം തെളിയിക്കും. പടച്ചവനെന്നൊരാളുണ്ടെങ്കിൽ അവളേന്നും പറഞ്ഞ് നടന്നൊരു മോളാണ്. എനിക്ക് സഹായങ്ങൾ കിട്ടുമ്പോഴും ഓരോരുത്തർ വിളിച്ചെനിക്ക് സഹായം തരുമ്പോഴും ഞാൻ പറയും, ഇത്താ എനിക്ക് വേണ്ട, എൻ്റെ മകൾക്ക്. അപ്പം നീ ഒരു കാര്യം ചെയ്ത് ഞാൻ നീയത്താക്കിയതാണ്. നീ അതേപോലെ അവൾ കാതി കിടക്കണ കമ്മൽ 1 ഗ്രാം ആയിരുന്നു. ഒരാൾ 10,000 രൂപയും കൂടെ ഒരു തയ്ച്ച് തന്നിട്ടാണ് ഞാൻ അവളെ കാതി കിടക്കണ കമ്മൽ അത് 2 ഗ്രാം ആക്കിയത്.
കേൾക്കുന്ന ഞാൻ ഈ റഹീം എന്ന് പറയണ ഇവന് 5 പവൻ വിറ്റാണ് ഗൾഫിലോട്ട് 1 ലക്ഷം രൂപ അയച്ചത്. പിന്നെ ഇവിടെ കുടിച്ച് കറങ്ങിയത് വിജയകൃഷ്ണ. റഹീമിൻ്റെ പേർക്കാണ് വെച്ചേക്കണം. എല്ലാ തെളിവുകളും എന്നിലുണ്ട്. പിന്നെ എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഭാവിയിൽ ഇനി എന്തെങ്കിലും ഇടപാടിൽ വന്നാൽ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ കേസിൻ്റെ രീതിയിൽ മുന്നോട്ട് പോലീസ് സ്റ്റേഷൻ ഇതൊരു സോഷ്യൽ മീഡിയ വിഷയം ഇത് വരില്ല. കാരണം ഇവൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആൾ സോഷ്യൽ മീഡിയയിൽ കയറി കളിച്ച് വ്യക്തി വൈരാഗ്യം തീർത്തു. അതും എന്നെ ബദ്ധശത്രുവായി കണ്ടിരിക്കുന്ന രായമയും ചെബീനാക്ക് ഇപ്പം ഒരു കാര്യം ആ ചൈൽഡുകാരൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും നീ ഏത് തരത്തിലൊരു സ്ത്രീയാണ്. പിന്നെ പാളയത്തു നിന്ന് എന്തെല്ലാം ഒരു മിസൈൽ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. എടി പൊട്ടും തൊട്ട് കോണാനും ധരിച്ച് നടക്കുന്ന നിനക്ക്, സ്വന്തം ഉമ്മയ്ക്ക് പോലും ചെലവിന് കൊടുക്കാത്ത നിനക്ക് എന്തടി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടാ, നിൻ്റെ സഹോദരൻ്റെ വീട്ടിന് ഫ്രണ്ടിൽ വാതിലിൻ്റെ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ നമ്മൾ സംസാരിച്ച അത്രയും നേരത്തെ ക്ലിപ്പ് നീ ഒന്ന് ചോദിച്ചു നോക്കിയാണ്. അതിനവർക്ക് സഹോദരനെ വീടാ ബാക്കി കാര്യമോ വേണ്ടേ? എടി നിൻ്റെയൊന്നും ബേക്കിൽ നമ്മൾ തിരിഞ്ഞിട്ടില്ല, നമ്മളെ ബേക്കിൽ നിന്നാണ് നീയൊക്കെ വന്നേക്കുന്നത്. അതുകൊണ്ടേ ചൈൽഡ് ഹെൽപ്പ് ലൈനിലാണെങ്കിലും ചൈൽഡ് ക്ഷേമനിധിയിലാണെങ്കിലും എന്താണെങ്കിലും സ്ത്രീയുടെ സുരക്ഷിതത്വവും ഇന്ത്യയിലെ എല്ലാ കുട്ടികളുടെ സുരക്ഷിതത്വം നിന്നെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റും. എൻ്റെ മുഷ്താഖ് മോനും ഇഫ്സലി മോനും എന്തെൻ്റെ കുറവ്? മസ്റൂ മോൾക്കും അൽഹംദുലില്ലാ എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൾക്ക് അധ്വാനിച്ച് എൻ്റെ വാപ്പ കൊടുത്തോളൂ. എൻ്റെ വാപ്പ മരം പേടിക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കേൾക്കുന്നുണ്ടാ? പിന്നെ ഞാൻ ഇത്രയും സമൂഹത്തിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാമോ? എൻ്റെ ഹൃദയത്തിന് ഞാൻ അറിയാതെ ചെറിയ പെരുന്നാൾ തൊട്ട് കരുക്കൾ നീക്കി തുടങ്ങിയതാണ്. അതും 10 വർഷം കൊണ്ട് ബന്ധം തീർന്നു നിന്ന ഒരാളിന്. അതാണ് എന്നിലുണ്ടായ വൈരാഗ്യം. ഇതിൻ്റെ മെയിൻ കണിക എൻ്റെ മാതാവ് എന്ന് പറയുന്ന ഉമ്മയ്ക്കാണ് സ്ഥാനം എന്നറിഞ്ഞപ്പോഴും എൻ്റെ വാപ്പാക്ക് ഇതൊന്നും അറിയില്ല. ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയില്ല. 2ാമത് മകളെ കൊണ്ട് ചൈൽഡിൽ പോകുമ്പോഴും ബാക്കി ഞാൻ ചേച്ചാ എൻ്റെ ഉമ്മാരുടെ അല്ലേ, സുരക്ഷിതമല്ലേ എന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ അവിടെയാണ് തെറ്റുപറ്റിയത്. നമ്മളെ ഉമ്മച്ചീമ്മമാർ വാർദ്ധക്യത്തിൻ്റെ ഘട്ടത്തിൻ്റെ ബുദ്ധിയാണ്. അവളെ നല്ലൊരു ഭാവിയുള്ളൊരു കുട്ടിയായിരുന്നു. അതായത് നമുക്കവൾ ചിലവിന് തരണ്ട. നമ്മളന്നും പറഞ്ഞിട്ടുണ്ട്, ഉമ്മച്ചിക്ക് പാപ്പച്ചിക്ക് നീ ഒരു ചിലവും തരണ്ട പൊന്നാ. നീ പഠിച്ച് എനിക്ക് പറ്റാത്തത് നിൻ്റെ ഉന്നതിയിലെത്തിക്കണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മുഷ്താഖ് മോനെയും ഇഫ്സലി മോനെയും ഉപ്പേൻ്റെ സ്നേഹത്തിൽ വേണം വളരാൻ, അല്ലാതെ വല്ലോരെ സ്നേഹത്തിലല്ലേ വളരേണ്ടിയുള്ള. ഇന്നലെ കണ്ടോനെ എൻ്റെ മസ്റൂ ബാപ്പാന്ന് വിളിക്കുമെന്ന് തോന്നുന്നുണ്ടാ. ഷാഹിദ് പറയും വിളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബാപ്പാന്നൊക്കെ വിളിക്കും. പക്ഷെ അവൾ സ്നേഹത്തിൽ അറിഞ്ഞു വിളിച്ചത് ഷാനെയും ഷംസുവിനെ മാത്രമാണ്. പാപ്പച്ചിയെന്നൊക്കെ വിളിച്ചണ്ടല്ലേ അവൾ വിളിച്ചു തീർക്കൂല. അവൾക്ക് കൊണ്ട് നടന്ന് അവൾ കഴിക്കാൻ പറ്റാത്ത ഭക്ഷണവും എല്ലാം ലോകം കാണിച്ച് അവളാണ്. അതാണ് നമ്മളെ തെറ്റ്. നമ്മളെ മക്കളെ ഇഷ്ടത്തിന് നിൽക്കരുത്, നമ്മളെ ഇഷ്ടത്തിന് മക്കൾ നിൽക്കണം. 18 വയസ്സാവട്ടെ അപ്പോഴേ അവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഇത്രയും മകൾക്ക് വേണ്ടി ഞാൻ വിദ്യാഭ്യാസം കൊടുത്ത് ഇന്ന് അവൾ AC-യിലിരുന്ന് പഠിക്കേണ്ടിയുള്ള മോളാണ്. ഇപ്പോൾ ക്ലാസ് റൂമൊക്കെ AC ആക്കി. ഇന്ന് പഠിക്കേണ്ടിയുള്ള പൊന്നു മോളാണ്. 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ടഫ് സിലബസ് ഉള്ളായിരുന്നു. 6 തൊട്ട് NCERT ടെസ്റ്റാണ്. അതെല്ലാം സ്കൂളിൽ അങ്ങനെയാണ്. CBSE അവൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയനാ. ടെക്സ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. അവൾക്ക് സൂപ്പറായിട്ട് ഇത്രയും ടഫ് പഠിച്ച് അവൾക്ക് അത് പഠിക്കാൻ എളുപ്പമായിരുന്നു. അവളായിട്ട് അവളെ ഭാവി നശിപ്പിച്ച് കളഞ്ഞു. ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവൾ എത്ര കാലം അവിടെ നിന്ന് പഠിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല. ഞാനൊരു തർക്കം അവിടെ വെച്ചിരുന്നെങ്കിൽ അവളെ ഗവൺമെൻറ് കൊണ്ടുപോയേനെ. പിന്നെ നമ്മൾ ചിലവെല്ലാം നോക്കണം. കാരണം ഗവൺമെൻറ്റുകാർ ചിലവെന്ന് കൊണ്ടാണ് സോപ്പ് മേടിച്ചു കൊടുക്കണം, എണ്ണ മേടിച്ചു കൊടുക്കണം, അവരെ കാര്യം മൊത്തവും നോക്കണം. 10ാം ക്ലാസ് വരെ വേറെ സ്ഥലത്ത്, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത്. കേസ് പറഞ്ഞ് നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷേ ഞാൻ എന്തെന്നറിയാമോ വിചാരിച്ചത്? നിങ്ങളടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മകള് വേറൊരു സ്ഥലത്ത് പോയി എന്നെ കാരണം ദുഃഖം അനുഭവിക്കരുത്. എൻ്റെ മക്കളെ സന്തോഷത്തിനാണല്ലോ ഞാൻ ജീവിച്ചത്. എൻ്റെ ഇക്കായെ സംബന്ധിച്ചിടത്തോളം തെറ്റും കുറ്റങ്ങളൊക്കെ എല്ലാ ജീവിതത്തിലും ഉണ്ടാവും. അത് അൽഹംദുലില്ലാ നികത്തി ഇന്ന് ഇത്രയും ദിവസം ആയി നമ്മൾ സന്തോഷമായി ജീവിക്കുന്നു. പിന്നെ നമ്മൾ കുട്ടിത്തമുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളെപ്പോലെ തന്നെയാണ്. നിങ്ങളായിട്ട് ചിന്തിച്ചാൽ മതി നമ്മളെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചൈൽഡുകാർക്ക് ഒരു കാര്യമുണ്ട്,
എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കിട്ടിയെന്നും പറഞ്ഞ് ഈ വ്യക്തി വൈരാഗ്യം കൊണ്ടിട്ട് അവിടെ ചെന്ന് കേസെടുക്കുമ്പോഴേ എല്ലാ കൊച്ചുങ്ങളങ്ങ് ഏറ്റെടുത്തോണ്ട് പോവേയല്ല. എൻ്റെ മോനിക്ക, എൻ്റെ മുത്തുമോനിക്കെങ്ങാണം സമൂഹത്തിൽ ഒരു വാക്കിൽ നിന്ന് ഒരു ഗവൺമെൻറ് വണ്ടിയിലെന്ന് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. എൻ്റെ തള്ള ഒറ്റ ഒരാൾ കാരണമാണ് മോളെ ഗവൺമെൻറ് വണ്ടിയിൽ കൊണ്ട് ഞാൻ തിരുവനന്തപുരം വരെ എത്തിച്ചത്. എൻ്റെ തള്ളയിൽ ഒരൊറ്റ നുണമുണ്ട്. ഞാൻ അറിയാതെ വേറെ സ്കൂളിൽ ചേർത്ത്. അപ്പോഴും ഞാൻ പണയം വെച്ചപ്പോഴെങ്കിലും ഇന്നലെ ആ മടവൂർ സ്കൂളിൻ്റെ ഐഡിയാണ് പോയത്. ഇക്ക പറയുകയും ചെയ്തു നമ്മളെ പൊന്നുമോൾ ഇവിടെ പഠിക്കേണ്ടിയുള്ളേ ഇരുന്നെന്ന്. ഞാനൊരു കമ്പെടുത്താൽ പോലും ഇക്ക എൻ്റെ കുട്ടികളെ തുടരുത് നജി എന്നാണ് പറഞ്ഞത്. എൻ്റെ മക്കളെ തുടരുത് നീ മൂന്നിന്. അവരെന്തുകൊണ്ട് വാപ്പച്ചിയുടെ കൂടുതൽ കെയർ ചെയ്യുന്നു? ഞാത്തി വരട്ടെ പറയുക ചെയ്യും. എന്നിട്ട് അവിടെ വന്നിരിയടാ അവരെ വാപ്പച്ചി അവരെ പറയില്ല. അവർ കടയിൽ ഡെയിലി അവർക്ക് ഇവിടെ നിന്ന് കാപ്പി കുടിച്ചുകൊണ്ട് പോയാലും സ്കൂളിൽ നിന്ന് ചോറുണ്ട്. നമ്മളെ ചോറ് കൊടുത്തേച്ചാൽ അവന്മാർ അവിടെ ഇവിടുത്തത് കഴിക്കില്ല. എല്ലാവർക്കൊപ്പം ഇരുന്ന് കറിയൊക്കെ കൂട്ടി മുട്ടയും പാലൊക്കെ ഉണ്ടല്ലോ. അപ്പോഴങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കും. രാവിലെയൊക്കെ കാപ്പി എല്ലാം കടയിൽ നിന്ന് സാധനവും മേടിച്ചു കൊടുത്താണ് വിടുന്നത്. വന്നുടനെ വാപ്പച്ചിയേന്ന് വിളിച്ചുകൊണ്ടാണ് വരണത്. അറിയാമോ? ആമക്കളാണ്. അവർക്ക് ഇത്രയും നാൾ ഒരു ഉപ്പാൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. വളരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ മക്കൾക്കും അള്ളാഹു ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. ഒരു ഗർഭിണി എന്നൊരു സമയത്തുള്ള ഒരു പരിഗണന കിട്ടാത്തൊരു കാലഘട്ടമാണ് ഇതിപ്പം. അള്ളാഹു എല്ലാം വലിയവനാണ്, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങളെ പടച്ചവൻ തന്നെയാണ് എന്നെയും പടച്ചത്. എവളാരെയും ബന്ധക്കാരല്ല ഞാൻ. എന്നിൽ ഇത്ര ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഇവിടെ ഒരു കാര്യമുണ്ട്. എനിക്ക് 4.5 ലക്ഷം രൂപയുടെ കടമുണ്ട് ചെപ്പീന. നീ ഒന്ന് തീർത്തു തരാൻ പറ്റുമോ? ഊരും പേരും ഇല്ലാത്തോളെ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.